നമസ്കാരം. കോൺഗ്രസിൽ വി.ഡി. സതീഷിനുമേൽ രമേശ് ചെന്നിത്തല പൊടുന്നനെ സ്വീകാര്യനായ നേതാവാണെന്ന് വ്യാപകമായ പ്രചാരണം വരുന്നു. കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ ചർച്ചകളിലേ ഇല്ലാതാകുന്നു. സംഘടനാ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പേരും കേരളത്തിലെ നേതൃനിരയുടെ ചർച്ചയിലേക്ക് കടന്നുവരുന്നില്ല. തൃശൂരിൽ 3ാം സ്ഥാനത്തായതോടെ കെ. മുരളീധരന് ഇനി മറ്റൊരു സാഹചര്യം ലഭിച്ച് മേന്മ തെളിയിക്കണം എന്നായി സ്ഥിതി. ഇവിടെ ഇനി തൽക്കാലം രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ ഉയരാനിടയുള്ള പേര് തിരുവനന്തപുരം MP ശശി തരൂരിൻ്റെതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചയാളാണ് ഡോക്ടർ തരൂർ. പക്ഷേ പലസ്തീൻ നയതന്ത്രം ഉണ്ടാക്കിയ അഭിപ്രായ ഭിന്നത ലീഗിനും സമസ്തയ്ക്കും മാറിയിട്ടില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വെള്ളം കോരിയും വിറക് വെട്ടിയും നടന്ന 4 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നയിക്കാൻ ഉമ്മൻചാണ്ടി നിയമിതനാകുന്നത് 2021 കണ്ടു. അതുപോലെ വി.ഡി. സതീഷിനു മുകളിൽ സൂപ്പർ പ്രതിപക്ഷ നേതാവായി മാറുകയാണോ രമേശ് ചെന്നിത്തല? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന താക്കോൽ സ്ഥാനങ്ങൾ. നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ രമേശ് ചെന്നിത്തല എത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അത് വാർത്തയാകൂ. വി.ഡി. സതീഷിനും സുരേഷ് ഗോപിക്കും മുന്നിൽ വരെ പെരുന്നയിൽ MC റോഡിലേക്കുള്ള ആ വാതിൽ അടച്ചിട്ട് ഓഫീസ് സെക്രട്ടറി താക്കോലുമായി പോയ ചരിത്രമുണ്ട്. ഫോണിൽ അനുവാദം ചോദിച്ചപ്പോൾ ഇതുവഴിക്ക് വരേണ്ടതില്ല എന്ന് 2 ഡസൻ നേതാക്കൾക്കെങ്കിലും മറുപടിയും കിട്ടിയിട്ടുണ്ട്. അവിടെ ഏതു സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്നയാളാണ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തും നായർ സർവീസ് സൊസൈറ്റിയുടെ ആളാണ് എന്ന് ഒരു മറയുമില്ലാതെ പറയും. അതേസമയം സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങി ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞിരുന്നയാളാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായ ശേഷം പ്രകോപനം ഉണ്ടായില്ലെങ്കിലും NSSഉം SNDP യോഗവും പരസ്യമായി തള്ളിപ്പറയുന്നത് തുടർന്നു. ക്രൈസ്തവ സഭയും സ്വീകാര്യനായ നേതാവ് എന്ന നിലയിൽ ഒരു ഘട്ടത്തിലും വി.ഡി. സതീഷിനെ അവതരിപ്പിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ വേർപാടിനു ശേഷം മുസ്ലിം ലീഗിന് വേണ്ടപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയാണ്. CPIM-ലും BJP-യിലും അതത് പാർട്ടികൾ തീരുമാനിച്ചാൽ മതി. എന്നാൽ കോൺഗ്രസിലെ നേതാവിന് കേരളത്തിന്റെ സമുദായ പിന്തുണ ഒരു അനിവാര്യതയാണ്. പണ്ട് ജനാധിപത്യവാദികളുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് പരത്തി പറയാറുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ജനാധിപത്യവാദികളെ NIA അന്വേഷിച്ചാലും കണ്ടെത്താൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നപ്പോഴും കേരളത്തിൽ പിടിച്ചു നിന്നത് സമുദായ സംഘടനകൾക്കിടയിലുള്ള അടിസ്ഥാന വോട്ടുകൊണ്ടാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്നാൽ എന്നും NSSന്റെയും ക്രൈസ്തവ സഭയുടെയും മുസ്ലിം പൗരോഹിത്യത്തിന്റെയും പിന്തുണയായിരുന്നു. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരുടെ എണ്ണം CPIM-ന്റെ 4/1 പോലും കോൺഗ്രസിന് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ RSSന്റെ സംഘടനാ ശേഷി തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആകെ എണ്ണത്തിലേറെ വരും. കേഡർ പോയിട്ട് സെമി കേഡർ പോലും ആകാവുന്ന സംവിധാനവുമല്ല കോൺഗ്രസിനുള്ളത് എന്ന് സമീപകാലത്ത് തന്നെ ആവർത്തിച്ച് വ്യക്തമാവുകയും ചെയ്തു. സംഘടനാ രൂപം കടലാസിൽ മാത്രമാണെങ്കിലും ഉറച്ച വോട്ട് ബാങ്ക് കോൺഗ്രസിനുണ്ടായിരുന്നു. അത് സമുദായങ്ങൾ നിർലോഭം നൽകിയ പിന്തുണയായിരുന്നു. SNDP യോഗം ഒഴികെയുള്ള സമുദായ സംഘടനകളെല്ലാം എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പമായിരുന്നു. അതായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും. ആ സമുദായ വോട്ട് ബാങ്കിലാണ് വി.ഡി. സതീഷിനേക്കാൾ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഇപ്പോഴുണ്ട് എന്ന സന്ദേശം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവർ നൽകുന്നത്. NSS ജനറൽ സെക്രട്ടറി തന്നെ അത് പരസ്യമായി പറയുകയും ചെയ്തു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ NSS ഇടപെട്ട് വിജയിച്ച ഒരു സന്ദർഭമുണ്ട്. 1ാം EMS സർക്കാരിനെ പിരിച്ചുവിട്ട ശേഷം 1959 നടന്ന വോട്ടെടുപ്പ്. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. മുഖ്യമന്ത്രിയായി മുന്നിൽ നിന്ന പേര് R. ശങ്കറിൻ്റെതാണ്. ഹിന്ദു മഹാമണ്ഡലം തുടങ്ങിയപ്പോൾ കലഹിച്ചു പിരിഞ്ഞ ശങ്കറും മന്നവും കടുത്ത രാഷ്ട്രീയ ശത്രുതയിലുള്ള കാലമാണ്. അന്ന് മന്നത്ത് പത്മനാഭൻ ശ്രമിച്ചത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കാനാണ്. R. ശങ്കറും PT ചാക്കോയും തമ്മിൽ കോൺഗ്രസിൽ നടന്ന പിടിവലിക്കിടെ പട്ടത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള മന്നത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷം NSS നേതൃത്വം പരസ്യമായി ഇടപെട്ടത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ്. താക്കോൽ സ്ഥാനം നൽകണം എന്ന ആ ആവശ്യമാണ് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയെ സൃഷ്ടിച്ചത്. K. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും NSS ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾ വില കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോയത്.
വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സമുദായ സംഘടനകളെ പിണക്കാതിരിക്കുക എന്ന നയം സ്വീകരിച്ചതുപോലും പ്രതിപക്ഷ നേതാവായ ശേഷമാണ്. ഇപ്പോഴാണെങ്കിൽ വി.ഡി. സതീശൻ എടുത്ത 2 തീരുമാനങ്ങൾ ജയിച്ചു നിൽക്കുന്ന സമയമാണ്. വടകര തെരഞ്ഞെടുപ്പും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും. ഈ സമയത്താണ് രമേശ് ചെന്നിത്തലയെ ആദ്യം NSSും പിന്നെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗവും പിന്തുണച്ചെത്തുന്നത്. ഓരോ സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കുക മാത്രമാണ് ചെയ്തതെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കുള്ള സ്വീകാര്യതയായി ഉയർത്തിക്കാണിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കെ കരുണാകരൻ 1967 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ലീഡർ എന്ന വിളിപ്പേരുമായി കോൺഗ്രസിനെ നയിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 1996 വരെയുള്ള 29 വർഷത്തെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം കോൺഗ്രസിന് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. A.K. ആന്റണി ആദ്യ 2 വട്ടവും തെരഞ്ഞെടുപ്പ് നയിച്ചല്ല മുഖ്യമന്ത്രിയായത്. കെ കരുണാകരൻ നയിച്ചിരുന്ന സർക്കാരിനെ ഏറ്റെടുക്കാനുള്ള നിയോഗം ലഭിക്കുകയായിരുന്നു. 1996 A.K. ആന്റണി ആദ്യമായി നയിച്ചപ്പോൾ ഭരണം കിട്ടിയതുമില്ല. പിന്നെ 2001 A.K. ആന്റണി നയിച്ച മുന്നണി ചരിത്ര ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ എത്തുന്നത്. അതിനുശേഷം 2011 ഉമ്മൻചാണ്ടി 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ എത്തിയതല്ലാതെ 21ാം നൂറ്റാണ്ടിൽ കോൺഗ്രസിന് ജയമുണ്ടായിട്ടില്ല. കെ കരുണാകരനും A.K. ആന്റണിയും ഉമ്മൻചാണ്ടിയും മാത്രമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പുകളിൽ നയിച്ചത്. വി.ഡി. സതീശൻ എന്ന ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ദ പാർലമെന്ററി പാർട്ടി അല്ലാതാകുമോ എന്ന കൗതുകമുള്ള ചോദ്യമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഉയരുന്നത്. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.